ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. ഒരു കൊറിയർകാരൻ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ കൃഷ്ണപ്രിയ പുറത്തേക്ക് ചെല്ലുകയാണ്. അയാൾ പണം ചോദിക്കുമ്പോൾ രാധമ്മയെ വിളിക്കുകയാണ്. കൃഷ്ണപ്രിയ, അമ്മേ, ഇയാൾക്കുള്ള പണം കൊടുത്തു വിട്ടേക്ക്. പുതിയ വീട്ടിലേക്കുള്ള ഓവനെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അതിന് എന്റെ കയ്യിൽ പണമൊന്നുമില്ലെന്ന് രാധമ്മ പറയുമ്പോൾ രാവിലെ രാജു തന്ന പണമുണ്ടല്ലോ, അതങ്ങോട്ട് കൊടുക്കാനായിട്ട് കൃഷ്ണപ്രിയ പറയുന്നു. അത് വാടക കൊടുക്കാനുള്ളതാ, അതൊന്നും തരാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ രുക്കുവും രമ്യയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. എല്ലായിടത്തും നമ്മൾ ചെന്നാലേ വാടക തരത്തുള്ളെന്നുള്ള അവസ്ഥയാണ് എന്റെ രാധമ്മേ എന്ന് രുക്കു പറയുമ്പോൾ വാടക തരാനായി ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോവുകയായിരുന്നെന്ന് രാധമ്മ പറയുന്നു. തുടർന്ന് രാധമ്മ രുക്കുവിന്റെ കയ്യിലേക്ക് വാടക പൈസ കൊടുക്കുമ്പോഴേക്കും അത് രമ്യ ഏൽപ്പിച്ച് അടുത്ത വീട്ടിലേക്ക് വാടക പിരിക്കാനായി അവര് പോകുന്നു. അവര് പോയതിനു ശേഷം വീണ്ടും കൃഷ്ണപ്രിയ രാധമ്മയോട് പണം ചോദിക്കുകയാണ്. എനിക്ക് തരാനുള്ള സ്ത്രീധനത്തുക തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നല്ലോ എന്നൊക്കെ അവര് പറയുമ്പോ രമ്യ ആ പണം തിരികെ രാധമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ കൃഷ്ണപ്രിയ ആ പണം വാങ്ങി ആ കൊറിയറുകാരന് കൊടുക്കുകയാണ്. എന്നാണെങ്കിലും രമ്യ മോള് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടതല്ലേ എന്ന് പറയുമ്പോ രമ്യ സന്തോഷത്തോടെ അവരെ നോക്കുകയാണ്. തുടർന്ന് രാധമ്മ അടുക്കളയിലേക്ക് പോകുമ്പോൾ രാധമ്മയുടെ പിന്നാലെ തന്നെ രമ്യയും പോകുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം വേണു കൃഷ്ണപ്രിയയോട് പറയുകയാണ്, നിന്നോട് ആരാ പറഞ്ഞത് രമ്യ ഈ വീട്ടിലേക്ക് വരുമെന്ന്? അത് പിന്നെ അവൾക്ക് രാജുവിനെ കാണുമ്പോഴുള്ള നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ എന്ന് കൃഷ്ണപ്രിയ ചോദിക്കുമ്പോൾ വേണു പറയുകയാണ്, എന്റെ മകനെ ഞാൻ എന്താണെങ്കിലും ആ രമ്യയെ കൊണ്ട് കെട്ടിക്കില്ല. അവനായിട്ട് ഒരു രാജകുമാരി തന്നെ വരും. പിന്നീട് കാണിക്കുന്നത് വിവാഹം മുടക്കാനായി ചെറുക്കൻ കൂട്ടരുടെ വണ്ടിയുടെ മുന്നിൽ ചെന്ന് കൈ കാണിക്കുന്ന ഋതികയാണ്. പെണ്ണിനെ പറ്റി ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം തന്നെ ഋതിക അവരോട് പറയുന്നു. നമുക്ക് തിരിച്ചു പോകാമെന്ന് ചെറുക്കൻ അച്ഛനോട് പറയുമ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് തിരിച്ചു പോകുന്നത് ശരിയല്ലെന്നും ഒന്ന് കേറിയിട്ട് പോകാമെന്നും അയാൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സാനിയെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നതാണ്. എന്റെ മകളുടെ നല്ല ഗുണം കാരണമാ ഇങ്ങനെയൊരു ചെറുക്കനെ കിട്ടിയതെന്ന് അംബിക പറയുന്നു. അതേസമയം ചെറുക്കൻ കൂട്ടരെ മറഞ്ഞു നിന്ന് നോക്കുകയാണ് ഋതിക. രാജു ഋതികയോട് വിവാഹത്തിന്റെ കാര്യം സംസാരിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും രാജുവിനെ കൊണ്ട് ഒന്നും സംസാരിക്കാൻ ഋതിക അനുവദിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ചെറുക്കൻ കൂട്ടര് വന്നിരിക്കുന്നതാണ്. അവർ സാനിയെ കണ്ട് സംസാരിക്കുകയാണ്. പെണ്ണ് പഠിക്കാൻ മോശമാണല്ലേ എന്ന് ചെറുക്കന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ഇവൾക്ക് ഫസ്റ്റ് റാങ്ക് ആണെന്നും നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്നും പ്രതാപൻ ചോദിക്കുന്നു. അത് ഞങ്ങൾ വരുന്ന വഴി ഒരു പെൺകുട്ടി കാറ് തടഞ്ഞു നിർത്തി പറഞ്ഞതാ. പെണ്ണിന്റെ സ്വഭാവം ശരിയല്ലെന്നും പെണ്ണ് പഠിക്കാൻ മോശമാണെന്നുമൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായോ? അതാരാണെങ്കിലും കണ്ടുപിടിക്കണമല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോ ഋതിക താഴേക്ക് ഇറങ്ങി വരുന്നു. ഋതിക താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ചെറുക്കന്റെ അച്ഛൻ ഋതികയെ കണ്ട് മനസ്സിലാക്കുകയാണ്. ഈ കുട്ടിയെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വരുന്ന വഴി ഈ കുട്ടി തന്നെയാ പറഞ്ഞത് സാനിയുടെ സ്വഭാവം മോശമാണെന്നും പഠിക്കില്ലെന്നുമൊക്കെ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ഋതികയെ നോക്കുന്നു. ഋതിക ഏട്ടന്റെ സ്വന്തം മോള് തന്നെയാണെന്ന് യാമിനി പറയുമ്പോ അപ്പോ അബോധം പറഞ്ഞു പരത്തിയത് സ്വന്തം മോള് തന്നെയാണല്ലേ എന്ന് ചെറുക്കന്റെ അച്ഛൻ ചോദിക്കുന്നു. നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ ബന്ധമെന്ന് ചെറുക്കന്റെ അമ്മ ചോദിക്കുമ്പോ അതങ്ങനെ തന്നെ മതിയെന്നും ഒരച്ഛന് മകളെ നമുക്ക് പരിചയപ്പെടുത്താൻ പോലും പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണില്ലേ എന്നും ചെറുക്കന്റെ അച്ഛൻ പറയുന്നു. ഞങ്ങള് പിണങ്ങിപ്പോവുകയൊന്നുമല്ല, ഈ ബന്ധത്തെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബിക. അത് പിന്നെ അച്ഛ എന്ന് പറഞ്ഞ് ഋതിക പറയാൻ ആരംഭിക്കുമ്പോഴേക്കും ഋതികയുടെ മുഖമടക്കി കൊടുക്കുകയാണ് പ്രതാപൻ. നിനക്കെന്റെ മോളോട് അസൂയ, അത് കാരണമല്ലേ നീ ഇപ്പോ വിവാഹം മുടക്കാൻ ശ്രമിച്ചതെന്ന് അംബിക ദേഷ്യത്തോടെ പറയുന്നു. പ്രതാപ, ഇവളെന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തതെന്ന് അംബിക ചോദിക്കുമ്പോ അതിന് പകുതി രക്തമല്ലേ എന്റേതുള്ളു, പകുതി അവളുടെ അമ്മ പത്മാവതിയുടെ അല്ലേ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് പ്രതാപൻ. ഇനി മേലാൽ എന്നെ അച്ഛൻ എന്ന് വിളിക്കരുത്, നീ എന്റെ ആരുമല്ലെന്ന് ദേഷ്യത്തോടെ പ്രതാപൻ പറയുന്നു. നീയെ വിഷവിത്താണ്, ആ കിടക്കുന്ന പട്ടിയുടെ സ്ഥാനം പോലും നിനക്ക് എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ദേഷ്യത്തോടെ മുകളിലേക്ക് പോകുന്നു. എന്ന് രാജു ഋതികയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ എന്തുകൊണ്ട് താൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലെന്ന് ചോദിച്ച് രാജുവിന്റെ നേരെ ദേഷ്യപ്പെടുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. പഞ്ചാംഗം നോക്കിയതിനു ശേഷം അടുത്ത മാസം മുതൽ നമ്മുടെ മകന് ശുക്രദശയാണെന്ന് വേണു പറയുമ്പോ സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധമ്മ. അതേസമയം രമ്യ രാജുവിന് വേണ്ടി പായസം കൊണ്ടു കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. രമ്യ മോളെ കൊണ്ട് തന്നെ രാജുവിനെ കെട്ടിക്കണമെന്ന് രാധമ്മ പറയുമ്പോ അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് വേണു പറയുന്നു. അതേസമയം രാജു അങ്ങോട്ടേക്ക് വരികയാണ്. രാജു ആഹാരം കഴിക്കാനായി ഇരിക്കുമ്പോ പൈസയുടെ പേരും പറഞ്ഞുകൊണ്ട് പ്രിയയും ശ്രീയും അങ്ങോട്ടേക്ക് വരുന്നു. മോളെ പ്രസവിക്കാൻ വേണ്ടി വന്ന ഞാനാ, ഇതുവരെ ഞാൻ പിന്നെ തിരിച്ചു പോയിട്ടില്ലെന്ന് ദേഷ്യത്തോടെ പ്രിയ പറയുമ്പോ ഉണ്ടെങ്കിൽ നിനക്കെടുത്ത് തരില്ലേ എന്ന് രാധമ്മയും പറയുന്നു.
ഇത് കേൾക്കുന്ന രാജു ആഹാരം മതിയാക്കി എഴുന്നേൽക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.